ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2009 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഹണ്ടിങ് കണക്റ്റിക്കട്ട് എന്ന് പറയുന്ന ഒരു മൂവിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു കുടുംബം പുതുതായിട്ടൊരു വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വരുന്നു. അങ്ങനെ ആ വീട്ടിൽ വന്നതിന് ശേഷം ഇവർക്ക് അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുന്നു. ഇതിനെല്ലാം ഉത്തരം ആ വീട്ടിലെ ഒരു പയ്യൻ കണ്ടുപിടിക്കുമ്പോൾ സത്യം പറയാലോ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവർ ആ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അതിന് പിറകിൽ ഒളിച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. അതെന്താണെന്നാണ് ഈ മൂവിയുടെ വൺ ലൈൻ. ആദ്യം മുതൽ അവസാനം വരെയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള മാറ്റിൻ്റെ അമ്മ സാറ, ഇവരെ രണ്ടുപേരെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ മാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മാറ്റ്, അവൻ്റെ അമ്മ, അച്ഛൻ, അവന് 3 സഹോദരങ്ങളും ഉണ്ട്. ഇങ്ങനെ 6 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അവൻ്റേത്. കൂടാതെ നമ്മുടെ മാറ്റിന് ക്യാൻസർ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അച്ഛനും അമ്മയും ഈ ക്യാൻസറിനെ പറ്റി സംസാരിക്കുമ്പോൾ അവൻ ഇത് കേൾക്കുമ്പോഴത്തേക്കും നല്ല വിഷമം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ദേഷ്യം വരുന്നുണ്ട്. കാരണം അവനെ ഒരു അസുഖമുള്ളൊരു പയ്യനായിട്ട് ഇവർ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആർക്കായാലും അത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ സാറ മാറ്റിനെയും കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ഈ ക്യാൻസറിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കും അവൻ അതിൻ്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ്റെ ചർമ്മം നല്ല രീതിയിൽ പൊള്ളുന്നത് പോലെ മാറും, ഓരോ സിംറ്റംസ് ആയിട്ട് ഇനി കാണിച്ചു തുടങ്ങും. അതുകൊണ്ട് ഇനി അവനെ കറക്റ്റായിട്ടുള്ള സമയത്ത് കൊണ്ടുവരണം. ഇപ്പം നിങ്ങൾ എന്തായാലും കൊണ്ടുവന്നത് ഓക്കെയാണ്, ഇനിയും കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ അവനെ കൊണ്ടുവരണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും സാറയ്ക്ക് മാറ്റിനെ ഓർത്ത് നല്ല വിഷമമുണ്ട്. അത് കഴിഞ്ഞവർ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിന് അടുത്തായിട്ട് തന്നെ ഒരു വീട് വാങ്ങിക്കണം. കാരണം ഇപ്പോൾ ഇവരുടെ വീടുള്ളത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കുറേ ദൂരെയാണ്. അതുകൊണ്ട് മാറ്റിനെ കറക്റ്റായിട്ടുള്ള സമയത്ത് ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതിനുവേണ്ടി സാറ ഒരുപാട് ദൂരം അന്വേഷിച്ച് അവസാനം ഒരു വീട് അവൾ കണ്ടുപിടിക്കുന്നു. ഇപ്പം ആ വീടിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി 1 മാസത്തോളം ഞാൻ ഈ വീട് ഫ്രീ ആയിട്ട് തരാം എന്ന് പറയുന്നതും സാറ ഇപ്പം ആ വീടിനകത്തേ കയറിയിട്ട് വീട് നല്ലതുപോലെ നോക്കുന്നുണ്ട്. അപ്പോൾ സാറ ആ വീട് നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉടമ സാറയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ വീടിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സാറ അത് കഴിഞ്ഞ് തൻ്റെ ഭർത്താവായിട്ടുള്ള പീറ്ററിനെ വിളിക്കും. എന്നിട്ട് പറയും, ഞാൻ ഇതുപോലെ ഒരു വീട് കണ്ടുപിടിച്ചു, പക്ഷെ എന്തായാലും നമുക്ക് ആ ഒരു വീട് വേണ്ട, അത്ര ശരിയായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് മാറ്റിനെയും കൊണ്ട് അവളെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് മാറ്റ് സാറയുടെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, അമ്മ ഡോക്ടർ എനിക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ള കാര്യം കൂടി അല്ലാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അൽഷിമേഴ്സും കൂടി ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വേദനയുണ്ട്, ആ വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കാറിലിരുന്ന് കരയാണ്. ഇപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നത് വരെ മാറ്റിന് ഇതുപോലെ വേദന സഹിച്ചിരിക്കാൻ കഴിയത്തില്ല, അതും കാറിലെ. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തേ മതിയാവും. അപ്പോൾ സാറ് വിചാരിക്കുന്നത് ഇവൾ നേരത്തെ വീട് നോക്കിയല്ലോ, വേണ്ടാന്ന് പറഞ്ഞ ആ വീട് ഇവർ പോകുന്ന വഴിക്ക് തന്നെയാണ്. അതുകൊണ്ട് കാറ് പെട്ടെന്ന് തിരിച്ചിട്ട് അവൾ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. അതുമല്ല വീട്ടിൽ വന്നിട്ട് പീറ്ററിനോട് ഈ കാര്യം വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, പീറ്റർ, ഞാനിതുപോലെ വേണ്ടാന്ന് പറഞ്ഞ ആ ഒരു വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, നിങ്ങൾ ഉടനെ തന്നെ ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അന്ന് രാത്രി ഇവർ രണ്ടുപേരും ആ വീട്ടിൽ കഴിയാണ്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുമ്പോഴാണ് രാത്രിയാവുമ്പോൾ മുകളിലത്തെ റൂമിൽ നിന്നും മാറ്റിന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ എഴുന്നേറ്റ മാറ്റ് അവിടുന്ന് നേരെ തൻ്റെ മുഖം കഴുകാനായിട്ട് പോവാണ്. അവിടെ ചെന്ന് മുഖം കഴുകി നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് വീണ്ടും അതേ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മാറ്റ് അടുത്തൊരു ബേസ്മെന്റ് ഉണ്ട്. അങ്ങനെ മാറ്റ് ആ ബേസ്മെന്റിലേക്ക് പതിയിറങ്ങും. പടികൾ വഴി താഴേക്കിറങ്ങി വന്ന് നോക്കുമ്പോൾ ആ ബേസ്മെന്റിനുള്ളിൽ മറ്റേതോ ഒരു മുറിയുള്ളതുപോലെ. അങ്ങനെ അവിടെയുള്ള ആ ഒരു കണ്ണാടിയിലേക്ക് മാറ്റ് കുറേ നേരമായിട്ട് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് മാറ്റ് ഞെട്ടി എഴുന്നേൽക്കും. അതൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് സാറയും മാറ്റും ഈ വീട്ടിലെ പഴയ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഇവർക്കിപ്പോൾ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് സാറ ഈ വീട്ടിലെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോന്നായിട്ട് എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിൽ ഓരോ ഫോട്ടോയിലും ഈ വീട്ടിൽ മരിച്ചു കിടക്കുന്ന ഒരാളോടൊപ്പം അവരുടെ കുടുംബത്തിലുള്ളവർ നിൽക്കുന്ന പോലെയുള്ള ഫോട്ടോസ് എല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോയും കാര്യങ്ങളെല്ലാം നേരെ വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടിടും. കാരണം ഇതിനിപ്പോൾ അവർക്ക് ആവശ്യമില്ല. അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോഴാണ് മാറ്റ് നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് വന്നിട്ട് അവിടെയുള്ളൊരു മുറി കണ്ടുപിടിക്കും. ഹേയ് മാറ്റ്, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് സാറ് ചോദിക്കുമ്പോൾ, ഇല്ലമ്മ, എനിക്ക് ഈ മുറി മതി, ഇതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത്. എന്നിട്ട് അടുത്തുള്ള ആ ഒരു മുറി ഉണ്ടല്ലോ, അത് തുറക്കാൻ വേണ്ടി ആ ഒരു ഡോറിൽ പിടിച്ച് തള്ളുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആയതുകൊണ്ട് ആ ഒരു മുറി തുറക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും ആ ഒരു കണ്ണാടിയിലൂടെ ഉള്ളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് വെളിയിൽ മാറ്റിന്റെ സഹോദരങ്ങളും അവന്റെ അച്ഛനും എല്ലാവരും വീട്ടിലേക്ക് വരുന്നു. വരുമ്പോൾ തന്നെ പഴയ വീട്ടിൽ ഇവർ താമസിച്ചിരുന്ന ആ ഒരു സാധനങ്ങളും മറ്റെല്ലാം ഒരു വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇവർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഈ വീടിനകത്തേക്ക് കയറ്റാണ്. കട്ടില്, മേശ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അകത്തേക്ക് കയറ്റി. ഇപ്പോൾ മാറ്റിന്റെ മുറിയിലേക്ക് വന്നിട്ട് പീറ്റർ, മാറ്റിന്റെ അച്ഛൻ, ഇവർക്ക് തുറക്കാൻ കഴിയാത്തൊരു മുറിയുണ്ടല്ലോ, അത് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് തുറക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ സാറ തൻ്റെ മകളെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ്
അടുത്തുള്ള ഒരു കണ്ണാടി ഇങ്ങനെ മാറ്റുന്നതും ഒരു പ്രേതത്തെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അവര് കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ സാറ ഈ ബേസ്മെന്റ് മുറി വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് മാറ്റ് അവിടേക്ക് വന്നിട്ട് ഇവർക്ക് തുറക്കാൻ കഴിയാൻ ആ ഒരു മുറി അതിനുള്ളിലേക്ക് കുറേ നേരം നോക്കി നിന്ന് പെട്ടെന്ന് തിരിയുന്നതും സാറ ഇപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെയുള്ളത് രക്തമാണ്. സത്യത്തില് അത് നമ്മുടെ മാറ്റിനെ തോന്നിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാവുന്നതും എല്ലാവരും വീടിനകത്ത് തന്നെയുണ്ട്. പക്ഷേ വീടിന് വെളിയിൽ നിന്ന് കാണിക്കുമ്പോൾ ഇതിനുള്ളിൽ മറ്റു ചില രഹസ്യങ്ങളുള്ളതുപോലെ ഇപ്പോൾ മാറ്റ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവന് നല്ലതുപോലെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പൊ മാറ്റിന് ഉറങ്ങാൻ കഴിയാതെ അവൻ പതിയെ അപ്പോൾ അവന്റെ റൂമിനകത്തേക്ക് ആരും നടന്നു വരുന്നത് പോലെ മാറ്റ് കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആ ബേസ്മെന്റിൽ തന്നെ മറ്റൊരു മുറി ഉണ്ടല്ലോ, അതിനുള്ളിലെ രണ്ടുപേരും നിൽക്കുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പൊ ആ മുറിക്കുള്ളിലെ പയ്യൻ നമ്മുടെ മാറ്റിനെ തിരിച്ചു നോക്കുന്നതും പെട്ടെന്നാണ് ആ മുറിക്കുള്ളിൽ എന്താ സംഭവിക്കുന്നറിയോ, ഒരു ശവശരീരത്തിൽ നിറയെ അവിടെയുള്ള ഒരാള് കത്തി കൊണ്ട് കുറെ അക്ഷരങ്ങൾ എഴുതി വെക്കുന്നു. അതുമല്ല ആ മരിച്ചിടക്കുന്ന അയാളുടെ കൺപോള വലിച്ചങ്ങെടുക്കുന്നതും മാറ്റ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മാറ്റ് നടന്ന് ആ മുറിക്കടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ ഡോറിൽ പിടിക്കുമ്പോൾ അവന്റെ കൈ അങ്ങ് പൊള്ളുന്നു. എങ്ങനെയാണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അടുത്ത ദിവസം ഇതും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നിട്ട് ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് സാധാരണപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയ രീതിയിൽ വിശപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഇതുപോലെ പൊള്ളാറുണ്ട്. ഇതിന് മുന്നേ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ഇല്ലാന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ സാറ മാറ്റിനെ ആ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് കീ ഞാൻ വണ്ടിയിൽ വെച്ച് മറന്നു, എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സാർ അവിടേക്ക് പോകുന്നതും മാറ്റ് ഇപ്പോൾ അടുത്തുള്ള ആ ഒരു തൂണിൽ കൈ വെക്കുമ്പോൾ ആ തൂണ് പൊളിഞ്ഞിട്ട് അതിനുള്ളിലേക്ക് അവന്റെ കൈ കയറി പോകുന്നുണ്ട്. എല്ലാം അഴുകിയിരിക്കുന്നത് പോലെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതും അവന് തോന്നിയതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയിലെ മാറ്റ് കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഇത്തവണയും അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. പല ശബ്ദങ്ങൾ കേൾക്കുന്നു, എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നു. അവസാനം മാറ്റ് എഴുന്നേറ്റ് തന്റെ മുന്നിലുള്ള ആ ഒരു മുറിയിലേക്ക് നോക്കുമ്പോഴാണ് അതിന്റെ ഡോറ് തുറന്നിരിക്കുന്നു. മാറ്റ് നടന്ന് ആ മുറിക്കകത്തേക്ക് പോകുമ്പോഴത്തേക്കും പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നില്ല. ആ സീൻ കട്ട് ചെയ്ത് അടുത്തത് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ. ഇപ്പൊ കാണിക്കുമ്പോൾ മാറ്റിന്റെ മുറിയിലേക്ക് അവന്റെ സഹോദരൻ വരും. എന്നിട്ട് മാറ്റ് നീ അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനെ ആ ഒരു ബേസ്മെന്റിൽ എവിടെയും കാണുന്നില്ല. അപ്പോൾ മാറ്റ് പറയും ഇതുപോലെ ഞാൻ ഈ മുറിക്കകത്തുണ്ടെന്ന് പറയുന്നതും ആ പയ്യനും ആ മുറിക്കകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വേറെ എന്തൊക്കെയോ ഉപകരണങ്ങളും അതേപോലെ തന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ ഈ മുറി ഉപയോഗിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാറ്റ് അവന്റെ സഹോദരനോട് പറയും ശരി നീ ഒരു ബെഡിലേക്ക് കയറി കിടന്നേ, ഒരു കാര്യം കാണിച്ചിരാന്ന് പറയുന്നതും ആ പയ്യൻ കയറി കിടക്കുമ്പോഴത്തേക്കും മാറ്റ് പെട്ടെന്ന് അത് പിടിച്ചിങ്ങനെ തിരിക്കാൻ തുടങ്ങും. ഇതാണെങ്കിൽ പെട്ടെന്ന് ചുറ്റുന്നുണ്ട്. അവൻ നിർത്താൻ പറയുമ്പോൾ മാറ്റിന്റെ സ്വഭാവം എല്ലാം മാറിയതുപോലെ കുറേ നേരം ചെയ്യുമ്പോഴത്തേക്കും അവരുടെ അച്ഛൻ പീറ്റർ അകത്തേക്ക് കയറി വരും. അപ്പോഴാണ് മാറ്റ് നിർത്തുന്നത്. എന്നിട്ട് പീറ്റർ വന്ന് ഈ ഒരു മുറി പരിശോധിക്കുമ്പോഴാണ് പീറ്ററിന് മനസ്സിലാവുന്നത് ഇതൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുറിയാണെന്ന്. അങ്ങനെ പീറ്റർ വിടുന്ന് താഴേക്ക് ഇറങ്ങിയെന്ന് സാറയോട് പറയും സാറാ അയാൾ ഇത്രയും വാടക കുറച്ച് നമുക്ക് ഈ ഒരു വീട് തരാൻ കാരണം എന്താണെന്ന് നിനക്കും ഇത് അറിയാമായിരുന്നോ, നീ ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സാറ് പറയും അതെനിക്ക് അറിയാമായിരുന്നു, പക്ഷേ അന്ന് മാറ്റിന് അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നതും പീറ്റർ പറയും ഓക്കെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. ഇപ്പോൾ രാത്രിയാകുമ്പോൾ എല്ലാവരും ആഹാരം കഴിക്കുന്ന സമയത്ത് പീറ്റർ എല്ലാവരോടും പറയാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വീടല്ലേ ഇതൊരു ശവസംസ്കാര ചടങ്ങുകളെല്ലാം നടത്തുന്ന ഒരു വീടാണ്. ഇപ്പോൾ എന്തായാലും നമുക്കിത് മനസ്സിലായി, അതുകൊണ്ട് ഇനി ആരും അധികം പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു മാസം നമ്മളിവിടെ താമസിച്ച് മാറ്റിന്റെ അസുഖമെല്ലാം മാറിയതിനു ശേഷം നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പോവാന്ന് പറയും. എന്നിട്ട് പീറ്റർ പറയും ശരി ഇനി നമുക്ക് കഴിച്ചാലോ എന്നും പറഞ്ഞ് എല്ലാവരും കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകളെ പരസ്പരം പിടിക്കും. അപ്പോഴാണ് നമ്മുടെ മാറ്റ് പെട്ടെന്ന് ഒരു കാര്യം കാണുന്നത്. ഈ വീടിനുള്ളിൽ ഇതിനു മുന്നേ താമസിച്ചിരുന്ന ഒരുപാട് ആളുകൾ കൂടാതെ മാറ്റ് കണ്ട ആ ഒരു പയ്യൻ. ഇതെല്ലാം മാറ്റ് കാണുന്നതും പെട്ടെന്ന് എന്താ സംഭവിക്കുന്നറിയോ, മാറ്റിന് പകരം ആ ഒരു ചെറിയ പയ്യനാണ് നമുക്കിപ്പോൾ കാണിച്ചിരുന്നത്. അവൻ ഇതുപോലെ എല്ലാവരുടെയും കൈ പിടിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മരിച്ചുപോയ ബന്ധുക്കളുണ്ടല്ലോ അവരെല്ലാവരും ആ പയ്യനിലൂടെ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇതെല്ലാം അവിടെ ഇരിക്കുന്നവർക്കും അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ പയ്യൻ പേടിച്ച് അവരുടെ കൈ പിടിക്കുമ്പോൾ ഇവിടെ മാറ്റ് അതുപോലെ തന്നെ തന്റെ രണ്ട് സഹോദരങ്ങളുടെ കയ്യിലും പിടിച്ചിട്ട് കൈ അങ്ങനെ മുറുക്കുമ്പോഴത്തേക്കും അവർക്ക് വേദന എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം കണ്ടിട്ട് മാറ്റിന്റെ അച്ഛനും അമ്മയും പേടിക്കുമ്പോൾ മാറ്റ് നിനക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കും. അപ്പോൾ മാറ്റ് പറയും അല്ല നിങ്ങളാരും ഇത് കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ് മാറ്റിന് ഈ ഒരു അസുഖമായതുകൊണ്ട് തന്നെ അവന് മാനസികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് തോന്നുന്നതാണ്. അന്ന് രാത്രിയാകുമ്പോൾ മാറ്റ് തന്റെ സഹോദരിയോട് ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവളും അത് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം വീണ്ടും അടുത്ത ചെക്കപ്പിന് വേണ്ടി മാറ്റിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ചെക്കപ്പിന് അവിടെ ഇരിക്കുമ്പോഴാണ് മാറ്റിന്റെ ദേഹത്തോടെ ഈ ഞണ്ടുണ്ടല്ലോ അത് ഒരുപാടെണ്ണം അവന്റെ ശരീരത്തിലൂടെ കയറി വരുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴാണ് അവന്റെ അടുത്തായിട്ട് തന്നെ ക്യാൻസർ ബാധിച്ച മറ്റൊരാളുണ്ട്. അയാളുടെ പേര് നിക്കോളസ് എന്നാണ്. ഇപ്പൊ അയാളെ കാണുമ്പോൾ മാറ്റ് ചോദിക്കും ഇല്ല ഞാൻ ഇതുപോലെ ഒരുപാട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്,
നടക്കാത്ത കാര്യങ്ങളെല്ലാം നടക്കുന്നത് പോലെ എന്തൊക്കെയോ സംഭവിക്കാറുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അല്ല നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് ഇതുപോലെല്ലാം സംഭവിക്കാറുണ്ട്, ഇത് ഈ അസുഖത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് അത് വലിയ കാര്യമാക്കണ്ട. ഇനി ഒരു പക്ഷേ നിനക്ക് ഇങ്ങനെ വല്ല തോന്നുവാണെങ്കിലോ ആരോടെങ്കിലും സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിലോ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അയാളുടെ നമ്പർ മാറ്റിന് കൊടുക്കാണ്. അത് കഴിഞ്ഞ് അന്ന് രാത്രിയാവുന്നതും ഇപ്പോൾ മാറ്റിന്റെ വീട്ടിലെ എല്ലാവർക്കും ഓരോ മുറികൾ പ്രത്യേകം ഉണ്ടല്ലോ. അതിലെ മാറ്റിന്റെ സഹോദരി ഒരു പാവയായിട്ട് തന്റെ റൂമിലിരുന്ന് കളിക്കുന്നതും പെട്ടെന്ന് ഈ ഒരു വീടിനകത്തെ ലൈറ്റുകളെല്ലാം ഒരു നിമിഷത്തേക്ക് ഒന്ന് അണഞ്ഞിട്ട് വീണ്ടും കത്തുകയാണ്. അങ്ങനെ കത്തുമ്പോഴത്തേക്കും ആ സഹോദരിയുടെ പിറകിലായിട്ട് ഒരു ശവശരീരം അങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് അയാളെ കാണാതാവുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ സാറയാണെങ്കിലോ കിച്ചണിൽ നിന്നും തിരിച്ച് മാറ്റിന്റെ റൂമിലേക്ക് വരും. എന്നിട്ട് മാറ്റിനെ വിളിക്കും. പക്ഷെ മാറ്റ് വിളി കേൾക്കുന്നില്ല. അപ്പോൾ സാറ തിരിച്ച് പുറകിലേക്ക് പോകാനായിട്ട് തിരിയുന്നത് ഇതുപോലെ മാറ്റ് വന്ന് നിൽക്കുമ്പോൾ അവളങ്ങ് പേടിച്ചു പോവും. അങ്ങനെ മാറ്റിനെ താഴേക്ക് പറഞ്ഞു വിട്ട് അടുത്ത ദിവസം രാവിലെ ആവുന്നതും എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ സാറ വന്നിട്ട് മാറ്റിന്റെ ദേഹത്തേക്ക് തൊടും. അങ്ങനെ തൊടുമ്പോൾ അവന്റെ ശരീരത്തിൽ നല്ല വേദനയുണ്ട്. എന്നിട്ട് സാർ അവിടെ നിന്ന് മാറിപ്പോകുന്നതും ഇപ്പോൾ ബാക്കി എല്ലാവരും പറയും മാറ്റ് നമുക്ക് ഒളിച്ചു കളിച്ചാലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മാറ്റ് ഇപ്പോൾ എണ്ണാൻ തുടങ്ങാണ്. ഇപ്പൊ ആ രണ്ട് ചെറിയ കുട്ടികളുണ്ടല്ലോ, അവര് രണ്ടുപേരും ഒളിച്ചിരിക്കാൻ വേണ്ടി ചെറിയ സ്ഥലങ്ങളൊക്കെ മതി. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ കിച്ചൺ അടിയിലേക്ക് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കും. ആ പയ്യനാണെങ്കിൽ മുകളിൽ പോയിട്ട് ഒരു കബോർഡിലും കയറിയിരിക്കും. അങ്ങനെ മാറ്റ് എണ്ണി തീർന്നിട്ട് എല്ലാവരെയും കണ്ടുപിടിക്കാണ്ട് വരും. ഇപ്പൊ മാറ്റ് ആ ചെറിയ പെൺകുട്ടി അന്വേഷിച്ച് അവളുടെ മുറിയിലേക്ക് വരുമ്പോഴാണ് അവൻ ആ ഒരു റൂമിലേക്ക് കാലെടുത്ത് വെക്കുന്നതും പെട്ടെന്ന് ഒരു പഴയ കാലഘട്ടത്തിലേക്ക് ആ ഒരു റൂം പോകുന്നു. അതുമല്ല, മാറ്റ് ഇതിനു മുന്നേ കണ്ട ആ ഒരു പയ്യൻ അവൻ ഈ മുറിയിൽ നിന്നും എന്തോ ഒരു കാര്യം എടുത്ത് നേരെ താഴേക്ക് പോകുന്നുണ്ട്. അതുമല്ല, പെട്ടെന്ന് അവന്റെ മുന്നിൽ നിന്ന് അതെല്ലാം മാറിപ്പോകുന്നു. ഇപ്പൊ സാധാരണ രീതിയിലാവുന്നതും ഇപ്പൊ ആ പയ്യന്റെ പേര് ജോവൻ എന്നാണ്. അങ്ങനെ ജോവൻ ഈ എടുത്ത സാധനങ്ങളുമായിട്ട് അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവന്റെ അച്ഛൻ പുറയിലൂടെ വന്ന് അവനെ വലിച്ചെടുത്ത് അടുത്തൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് കണ്ട മാറ്റ് തന്റെ മുറിയായിട്ടുള്ള ആ ഒരു ബേസ്മെന്റ് അവിടേക്ക് ഇറങ്ങി ചെല്ലും. ഇപ്പൊ മാറ്റ് അതിനകത്തുള്ള മറ്റൊരു മുറിയുണ്ടല്ലോ, ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന, അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ പയ്യനെയും അതിനകത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. മാറ്റ് അകത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് ഒരുപാട് പേരുടെ ശരീരങ്ങൾ കിടപ്പുണ്ട്. പെട്ടെന്നാണ് ആ ഒരു റൂമിന്റെ ഡോറ് തനിയെ അങ്ങ് അടയുന്നു. മാറ്റ് തിരിഞ്ഞു വന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ മാറ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് അവിടെ മൂടിയിട്ടിരുന്ന ശരീരങ്ങളുടെ മുകളിൽ ആ തുണി കാണാനില്ല. അതുമല്ല, എല്ലാ ശരീരങ്ങളിലും അക്ഷരങ്ങൾ കൊണ്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മാറ്റ് പേടിച്ച് തന്നെ നോക്കി നിൽക്കുന്നതും അതിലൊരു ശവശരീരം പെട്ടെന്ന് അനങ്ങുമ്പോഴത്തേക്കും മാറ്റ് അവന്റെ സഹോദരിയുടെ പേര് വിളിക്കും. അവള് വെളിയിൽ നിൽക്കുമായിരുന്നു. ഈ ശബ്ദം കേട്ട് അവൾ ആ ഒരു റൂമിലേക്ക് ഓടി വരുമ്പോൾ ഇപ്പോൾ മാറ്റിന്റെ മുന്നിൽ എല്ലാ ശരീരങ്ങളും എഴുന്നേറ്റ് വന്നിങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ മാറ്റ് പേടിച്ചിട്ട് കണ്ണടച്ചങ്ങനെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും അകത്തേക്ക് വരുമ്പോൾ ഒരു കുഴപ്പമില്ല, മാറ്റ് സാധാരണ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടിട്ട് മാറ്റിന്റെ സഹോദരങ്ങൾക്ക് നല്ല പേടിയായി. അങ്ങനെ അത് കഴിഞ്ഞ് മാറ്റ് നിക്കോളസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇപ്പൊ അയാൾ വീട്ടിലേക്ക് വന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റ് അയാളോട് പറയാണ്. അതുമല്ല, നിക്കോളസ് പറയും ഒരുപക്ഷെ നമ്മളെപ്പോലെയുള്ളവർക്ക് ഇതെല്ലാം കാണാൻ കഴിയും, കാരണം നമ്മൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ളവരാണ്. ഇനി ആ പയ്യനെ നീ ശരിക്കും കാണുന്നുണ്ടെങ്കിൽ അവൻ നിന്നോട് എന്തോ ഒരു കാര്യം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതെന്താണ് നീ കണ്ടുപിടിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാറ്റ് രാത്രിയിൽ അവന്റെ ശരീരമെല്ലാം ചെറുതായിട്ട് വരുന്നത് കണ്ട് ഓക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാന്നും പറഞ്ഞ് താഴെ കിടന്ന് അവൻ വർക്കൗട്ട് ചെയ്യാണ്. അങ്ങനെ കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു കത്തിക്കരിഞ്ഞ ശരീരം അവന്റെ മുന്നിലിരിക്കുന്നു. ഇതാ ഒരു ചെറിയ പയ്യന്റെ ശരീരമാണ്. ഇത് കണ്ട് മാറ്റ് പേടിച്ചിട്ട് ഹേയ് നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മാറ്റ് എന്തൊക്കെയോ കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചു കഴിഞ്ഞിട്ട് സാറയും മാറ്റിന്റെ സഹോദരങ്ങളും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീടിനകത്തുള്ള കസാര, ടേബിള്, ഈ തടി കൊണ്ടുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും വീടിന്റെ ഒരു വശത്തേക്ക് കൂട്ടി വെച്ചേക്കുന്നു. ഇവർക്ക് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. അപ്പോൾ സാറ പതിയെ മറ്റൊരു വശത്തേക്ക് വന്നിട്ട് അതിന്റെ പിറകിൽ നോക്കുമ്പോൾ മാറ്റ് അവിടെ പേടിച്ചിരിക്കുകയാണ്. കൂടാതെ അവൻ തന്റെ കൈകൾ കൊണ്ട് അവിടെയുള്ള ചുമരിൽ നല്ലതുപോലെ മാന്തിയതുപോലെ അതിന്റെ പാടുകളും കാണുന്നുണ്ട്. കൈ മുഴുവനായിട്ട് രക്തമുണ്ട്. അങ്ങനെ ഉടനെ തന്നെ മാറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഡോക്ടർ പറയും ഈ കാര്യം നീ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല, ഒരുപക്ഷെ അത് അവന്റെ തലച്ചോറിനുള്ളിലേക്ക് നീങ്ങി കാണും. പിന്നെ ടെസ്റ്റുകളിൽ നോക്കുമ്പോഴത്തേക്കും അവന് വലിയ കുഴപ്പമുള്ളതായിട്ട് കാണിക്കുന്നില്ല. അതിനുശേഷം ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ കിച്ചണിൽ വെച്ച് സാറ മാറ്റിന് ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അവന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സാറ സോറി മാറ്റ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴാണ് മാറ്റ് പറയുന്നത് അമ്മ ഞാൻ ഒരുപക്ഷെ മരിച്ചാലേ. സാറ പറയും ഇല്ല, നീ ഒരിക്കലും മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് സാറയും പീറ്ററും ഇപ്പോൾ റൂമിലിരുന്ന് മാറ്റിന് വേണ്ടി നല്ലതുപോലെ പ്രാർത്ഥിച്ച് കരയുന്നുണ്ട്. അതേസമയം മാറ്റിന് മുറിയിൽ അവൻ കിടന്നുറങ്ങുമ്പോൾ എന്തോ ഒരു നിഴല് അവന്റെ മുകളിലേക്ക് വരുന്നത് പോലെ. കൂടാതെ അവൻ ആ ഒരു നിഴല് കാണുമ്പോൾ പെട്ടെന്ന് പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ആ ഒരു നിഴല് അവന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് അവന്റെ സഹോദരങ്ങളും പിന്നെ മൂത്ത സഹോദരിയായിട്ടുള്ള വെൻഡി ഇവരെല്ലാവരും ഒരു റൂമിലിരിക്കുമ്പോഴാണ് ആ രണ്ട് കുട്ടികൾ വെൻഡിയോട് ചോദിക്കുന്നത് വെൻഡി നമുക്ക് ഒളിച്ചു കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ വെൻഡി പറയും ഇല്ല,
ഇപ്പോൾ എന്തായാലും വേണ്ടാന്ന് പറയുമ്പോൾ മാറ്റ് വിട്ടുന്ന ആ ഒരു മുറിയിലേക്ക് വന്നിട്ട് ഏയ് നിങ്ങൾ എന്താ സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പൊളിച്ചു കളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ വെന്റി വെട്ടുന്ന മാറ്റിനെ നോക്കിയിട്ട് ഓക്കെ നമുക്ക് എന്തായാലും കളിക്കാമെന്നും പറഞ്ഞ് കുട്ടികളെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് വെന്റി എണ്ണാൻ തുടങ്ങാണ്. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും നേരെ മുകളിലത്തെ ഒരു മുറിയിലേക്ക് പോകും. അവിടെ ഒരു ഇരുമ്പ് ഡോറുണ്ട്. അതിനുള്ളിലേക്ക് അവർ പയ്യനോടി കയറുന്നതും ആ ചെറിയ പെൺകുട്ടി പുറകെ വരാൻ ശ്രമിക്കുമ്പോൾ അവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വീടിന്റെ മുകളിലേക്ക് പോയിട്ട് മറ്റൊരു ഭാഗമുണ്ട്, അതുവഴി നേരെ മുകളിലേക്ക് കയറും. ഇപ്പൊ അവിടെയാണെങ്കിലും നല്ല ഇരുട്ടാണ്. ഒളിച്ചു കളിയായതുകൊണ്ട് അവൾ അത് കാര്യമാക്കാതെ അതിനകത്തേ കാര്യം ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ചെറിയ പയ്യന്റെ അടുത്ത് കാണിക്കുമ്പോഴാണ് അവൻ ഇരിക്കുന്നതിന്റെ പുറകിലായിട്ട് എന്തോ ഒരു രൂപമുണ്ട്. ആദ്യം അവനത് ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ആ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിലോ അവൾ വരുന്ന ആ ഒരു ഭാഗത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ ശബ്ദം കേൾക്കുന്ന അടുത്തേക്ക് നടന്നു പോകുന്നു. ഇവിടെ ആ ഒരു ചെറിയ പയ്യൻ കുറെ നേരം അങ്ങനെ ഇരുന്നിട്ടാണ് അവന്റെ പിറകിലെ ആ രൂപം ഉണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് അവൻ പേടിച്ച ആ ഒരു ഡോർ തുറക്കാനായിട്ട് വരുന്നതും അവൻ അലറി വിളിക്കും. പക്ഷെ ആ ഒരു ഡോറ് പെട്ടെന്ന് തുറക്കാൻ കഴിയുന്നില്ല. ഇവിടെ ആ പെൺകുട്ടിയാണെങ്കിലോ അവൾ നടന്ന് കുറച്ച് മുന്നിലേക്ക് ചെല്ലുന്നതും അവൾ ചവിട്ടുന്ന ആ ഒരു ഭാഗം തകർന്ന് അവളുടെ കാലുള്ളിലായിപ്പോയി. ഇപ്പൊ ഈ ചെറിയ പയ്യനെ നമ്മുടെ വെന്റി പെട്ടെന്ന് വന്ന് ആ ഒരു ഇരുമ്പ് ഡോർ തുറന്ന് അവനെ വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മുകളിലത്തെ ആ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് വെന്റി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വരും. കൂടെ തന്നെ മാറ്റും വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വന്ന് അവളുടെ കാല് അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് മാറ്റ് ഇപ്പോൾ അതിനുള്ളിലേക്ക് നോക്കുമ്പോഴാണ് ആ പൊളിഞ്ഞ ഭാഗത്ത് ഒരു പെട്ടിയും അതേപോലെ തന്നെ കുറെ പേപ്പറുകളൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പോൾ വെന്റി ആ ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെന്റി പറയും നമുക്കിതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് വെന്റിയും മാറ്റും അതിനുള്ളിലുള്ള ഫോട്ടോസ് കണ്ടല്ലോ അതെടുത്ത് വെച്ച് നോക്കുകയാണ്. ഇപ്പം അതിലുള്ളത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരുപാട് ആളുകളുടെ ഫോട്ടോ, കൂടാതെ മാറ്റ് കണ്ടിരുന്ന ജോന എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ ഫോട്ടോസ്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ വേറൊരു ചെറിയ ബോക്സ് ഉണ്ട്. അതെടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഉണങ്ങിയ രീതിയിൽ എന്തോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അത് കുറേ ഉണ്ട്. അതും എന്താണെന്ന് ഇപ്പോൾ ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ വെന്റിയുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോയിൽ ഒരാളുടെ വായിൽ നിന്നും എന്തോ ഒരു കാര്യം പുറത്തേക്ക് വരുന്നത് പോലെ അതെന്താണെന്ന് മനസ്സിലാവാതെ അവൾ മാറ്റിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ മാറ്റ് ആ ഫോട്ടോ നോക്കിയിട്ട് അതിലുള്ള എന്തോ ഒരു കാര്യം കണ്ട് അവൻ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട വെന്റി മാറ്റ് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മാറ്റ് പറയത്തില്ല. അപ്പോൾ വെന്റി പറയും ശരി നീ പറയും ഞാനത് വിശ്വസിക്കാന്ന് പറയുമ്പോൾ ജോന എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ദേ ഈ പയ്യനെ ഇതിനു മുന്നേ ഞാൻ ഈ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അത് കേൾക്കുന്ന വെന്റി അത് വിശ്വസിക്കില്ല. അപ്പോൾ മാറ്റ് പറയും ദേ ഇതുകൊണ്ടാണ് നിന്നോട് പറയാത്തതെന്ന് പറയുമ്പോൾ ഓക്കെ ശരി ശരി ഞാൻ എന്തായാലും വിശ്വസിച്ചു. എന്നിട്ട് വെന്റി പറയും ഒരുപക്ഷെ ഇത് എന്തെങ്കിലും പ്രേതബാധയുള്ള വീടാണെങ്കിലോ, അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ പറ്റി വേറെ ആരോടും പറയണ്ട, ഇത് കണ്ടുപിടിക്കുന്നത് വരെ. ഇത്തരം വീടുകളെ പറ്റിയുള്ള വിവരങ്ങൾ ലൈബ്രറിയിലുണ്ടാവും, അത് ഞാൻ പോയി കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് വെന്റി അടുത്തുള്ളൊരു വലിയ ലൈബ്രറിയിലേക്ക് പോവാണ്. എന്നിട്ട് അവള് ഈ വീടിനെ പറ്റിയും ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ, ഈ വീടിന്റെ ചരിത്രം ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അവള് കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം മാറ്റിനോട് പറയും. എന്താണ് പറയുന്നതെന്ന് വെച്ചാല് മാറ്റ് നീ കണ്ടിരുന്ന ആ ഒരു പയ്യനില്ലേ അവന്റെ പേര് ജോന എന്നാണ്. അവനിവിടെയുള്ള മാത്യു എന്ന് പറഞ്ഞ ഒരാളുടെ സഹായിയും അതേപോലെ തന്നെ ഒരു മാധ്യമവുമായിരുന്നു. എന്താന്ന് വെച്ചാല് ജോനയിലൂടെയാണ് അവർ മരിച്ചവരുമായിട്ട് സംസാരിച്ചിരുന്നത്. എന്താന്ന് വെച്ചാല് ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരുപാട് ആളുകളും അവരുടെ മരിച്ചുപോയ ഭർത്താവ്, കുട്ടികള് ഇവരുമായിട്ടെല്ലാം സംസാരിക്കാൻ വേണ്ടി ഈ വീട്ടിൽ വരുമായിരുന്നു. അതിനവരെ സഹായിച്ചത് ജോന. അങ്ങനെ അത് സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ മരിച്ചവരുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും മരിച്ചവരെ അവരുടെ വീട്ടുകാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്താനും തുടങ്ങി. അതിനെ വിളിക്കുന്നത് എക്ടോപ്ലാസോ എന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജോന എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ വായിനുള്ളിൽ നിന്നും പ്രോട്ടോപ്ലാസ്മിക് എന്ന് പറഞ്ഞൊരു പദാർത്ഥമുണ്ട്. അത് വെളിയിലേക്ക് വരുമ്പോൾ അതിലൂടെയാണ് മരിച്ചവരെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ജോനയെ വെച്ചിട്ട് ഈ വീട്ടിലുള്ള അയാള് ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഇത് കാരണം ഈ വീട്ടിലേക്ക് ആ കാലഘട്ടത്തിൽ ഒരുപാട് പേര് മരിച്ചവരെ കാണാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ മാറ്റ് ചോദിക്കും ശരി ജോന എന്ന് പറഞ്ഞ ഒരു പയ്യൻ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ വെന്റി പറയും ഇതുപോലൊരു 4 പേര് മരിച്ചുപോയവരുടെ ആത്മാക്കളെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ അതൊരു വിചിത്രമായിട്ട് സംഭവമായിരുന്നു. മരിച്ചവരെ കാണാൻ വന്ന 4 പേരും കൂടാതെ എയ്മാൻ എന്ന് പറഞ്ഞ് ഇതെല്ലാം ചെയ്യുന്ന ഈ വീട്ടിലെ അയാളും അവരെത്രയും പേരും എങ്ങനെയോ മരണപ്പെടുമായിരുന്നു. അവരെങ്ങനെയാണ് മരിച്ചതെന്നോ അവരെ ആരാണ് കൊന്നതെന്നോ ആർക്കും അറിയത്തില്ല. പക്ഷെ എല്ലാവരും വിശ്വസിച്ചത് ജോനയാണ് അവരെ കൊന്നതെന്നാണ്. പിന്നീട് ഒരിക്കലും ജോനയെ ആരും കണ്ടിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രദേശത്ത് ഒരു ഹൈവേ വന്നത്. അങ്ങനെ ആ ഒരു ഹൈവേ പോകുന്നതോ അടുത്തുള്ളൊരു സെമിത്തേരിയുടെ മുകളിലൂടെ. അങ്ങനെ ഹൈവേക്ക് വേണ്ടി ആ സെമിത്തേരിക്കുള്ളിലെ ഒരുപാട് ശവക്കല്ലറകളും പൊളിച്ചു മാറ്റുന്ന സമയത്ത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അന്ന് അവിടെ സംഭവിച്ചത്. കാരണം കല്ലറയ്ക്കുള്ളിലെ മരിച്ചവരുടെ ശരീരം അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ശരീരങ്ങൾക്ക് പകരം മണലുകൊണ്ട് നിറച്ച ചാക്കുകൾ മാത്രം. അത് 100-ലധികം മൃതദേഹങ്ങൾ ആ സെമിത്തേരിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. കാരണം ആരൊക്കെയോ ആ ശരീരങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പോൾ മാറ്റ് ചോദിക്കും ഒരുപക്ഷെ എയ്മൻ ഇല്ലാന്നുണ്ടെങ്കിലേ ജോന, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ആ ശരീരങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയത്.
അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള കാരണം എന്തായിരിക്കാം എന്നുള്ള സംശയം കൊണ്ട് മാറ്റ് അടുത്തായിട്ട് വിളിക്കുന്നത് നിക്കോളസിനെയാണ്. എന്നിട്ട് ഇവർ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും നിക്കോളസിനോട് ഇവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിക്കോളസ് ഇതെല്ലാം കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട്, അതെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, പഴയ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നും പറഞ്ഞ് നിക്കോളസ് ആ ഒരു ചെറിയ ബോക്സ് ഉണ്ടല്ലോ അത് തുറന്ന് നോക്കുന്നതും ഇതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ നിക്കോളസ് അതെങ്ങനെ എടുത്തിട്ട് ആ ഉണങ്ങിയ സാധനങ്ങളുണ്ടല്ലോ അത് വേറൊന്നുമല്ല, ഇവിടെ മരിച്ചിരുന്ന ആളുകളുടെ കൺപോളകളാണ്, അതാണ് വെട്ടിയെടുത്ത് ഉണക്കി വെച്ചേക്കുന്നത്. ഇതെന്തിനാണ് എടുത്തു വെച്ചേക്കുന്നത് അറിയോ? ഇതുവഴി ആ ഒരു ആത്മാക്കളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഈ കൺപോളകൾ അവരെടുത്തു വെക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. സാധാരണ മരിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവർ ഇരുട്ടിൽ വിശ്രമിക്കുന്നു എന്നാണ് അതിന് അർത്ഥം വരുന്നത്. പക്ഷേ കൺപോളകൾ വെട്ടിമാറ്റി കഴിഞ്ഞാൽ അവരൊരിക്കലും കണ്ണുകൾ അടയ്ക്കുന്നില്ല. അതിലൂടെ ആ ഒരു ശരീരത്തിന് ഒരിക്കലും വിശ്രമവുമില്ല. അങ്ങനെ വരുമ്പോൾ മറ്റൊരാത്മാവിനെ ആ ശരീരത്തിനുള്ളിലൂടെ കയറ്റിവിട്ട് അതിനെ നിയന്ത്രിക്കുക, അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ ഒരു ശരീരങ്ങൾ ഈ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാവും. അങ്ങനെ ആത്മാക്കൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം മാറ്റ് ഈ വീട്ടിൽ പല കാര്യങ്ങളും കാണുന്നത്. ഓക്കെ, അതെന്തായാലും കണ്ടുപിടിക്കണം. ഇപ്പോൾ ആ ഒരു ആത്മാക്കൾക്ക് എന്തെങ്കിലും ശാന്തി കിട്ടാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഇവർ മൂന്നുപേരും പരസ്പരം കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതും ഇപ്പോൾ വീണ്ടും മാറ്റിനെ ഈ ജോന എന്ന് പറഞ്ഞ ഒരു പയ്യന് സംഭവിച്ച കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് കാണുന്നുണ്ട്. ജോനയിലൂടെ ഒരുപാട് പേരും ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ആ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഈ ആത്മാക്കൾക്കെല്ലാം നല്ല ദേഷ്യമായി. ഒരുപാട് ആത്മാക്കൾ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചു. അതിന്റെ അവസാനം അവിടെ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതുകൂടി കാണുന്നതും മാറ്റ് പെട്ടെന്ന് അലറി വിളിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇവരുടെ കൈയെല്ലാം വിട്ടിട്ട് ഹേ മാറ്റ്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സമയം കൊണ്ട് സാറ അകത്തേക്ക് കയറി വരും. അതുമല്ല നിക്കോളസിനെ കാണുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാരാ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിക്കോളസ് നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും സാറ അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ പോകുന്നതിന് മുന്നേ നിക്കോളസ് സാറയോട് പറയും, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ശരി, എന്തെങ്കിലും കാണുവാണെങ്കിലോ നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് തോന്നുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് നിക്കോളസ് അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും ഇപ്പോൾ വെന്റിയുടെ മുറിയിൽ അവൾ കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് പക്ഷികളെല്ലാം പറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് അവളെ ഞെട്ടി എഴുന്നേൽക്കുമ്പോഴാണ് ഒരു പക്ഷി പറന്ന് അവളുടെ കട്ടിലിനടിയിലേക്ക് പോകും. എന്നിട്ട് അതിന് വെളിയിൽ പോകാൻ കഴിയാതെ അത് അവിടെ കിടന്ന് പറക്കുന്നതും വെന്റി എഴുന്നേറ്റ് ആ കട്ടിലിനടിയിലേക്ക് വന്ന് അതിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അവളുടെ മുന്നിൽ എന്തോ ഒരു രൂപം വന്ന് നിൽക്കുന്നു. അവൾ പെട്ടെന്ന് പേടിച്ചിട്ട് മുകളിലേക്ക് നോക്കുന്നതും പെട്ടെന്ന് അവൾ ലൈറ്റ് അങ്ങ് ഓൺ ചെയ്യുന്നതും അവിടെ അതിനെ കാണുന്നില്ല. അങ്ങനെ കട്ടിലിനടിയിലുള്ള ആ ഒരു പക്ഷിയെ എടുത്ത് കളയാന്ന് പറഞ്ഞ് അവൾ തുണി മാറ്റി നോക്കുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു പക്ഷിയേ ഇല്ല. കുറെ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴാണ് ഈ വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സാറയുടെ മുറിയിൽ കാണിക്കുമ്പോൾ അവിടെയും എന്തൊക്കെ ശബ്ദം കേട്ട് സാറ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് കണ്ണ് തുറക്കുന്നതും ദേ ഇതുപോലെ അവളത് പേടിച്ച് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അതിനെ കാണുന്നില്ല. അങ്ങനെ എല്ലാവരും പേടിച്ചിട്ട് ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഒരു മുറിയിലേക്ക് പോയിരിക്കും. അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ പീറ്റർ കുടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ ഇത്രയും വെളിച്ചം കൂടി കാണുമ്പോഴത്തേക്കും അവൻ അകത്തേക്ക് വന്നിട്ട് നിങ്ങൾക്കെന്താ, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ, ലൈറ്റ് എന്തിനാ ഓൺ ചെയ്തിട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യം കാരണം അവൻ ആ ഒരു ബൾബ് ഓരോന്നായിട്ട് ഊരി അത് നേരെ വാഷ് ബേസിലേക്ക് കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചങ്ങ് ഇടുകയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും ഇപ്പോൾ സാറയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ ബൾബില്ലാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ വെളിച്ചം വരാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാവരും അകത്ത് നിൽക്കുമ്പോഴാണ് വീട്ടിലെ വയറുകളുണ്ടല്ലോ അതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ വീടിനകത്ത് വെളിച്ചവും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പേടിച്ചിട്ട് ഒരു മുറിയിൽ വന്നിരിക്കുമ്പോൾ ഇപ്പോൾ വേറെ വഴിയില്ല. അതുകൊണ്ട് സാറ നിക്കോളസിനെ വിളിക്കും. അങ്ങനെ നിക്കോളസ് അവിടേക്ക് വരുമ്പോൾ തന്നെ അവനൊരു കാന്തം പോലത്തെ കുരിശും കൊണ്ടാണ് അവിടേക്ക് വരുന്നത്. നിക്കോളസിന് മനസ്സിലായി ഈ വീടിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന്. അപ്പോൾ നിക്കോളസ് പറയും, നിങ്ങളെ പേടിപ്പിക്കുന്ന ആ ഒരു ആത്മാവിന്റെ ശരീരം ഈ വീട്ടിൽ എവിടെയുണ്ട്, അതെടുത്ത് കളഞ്ഞാലേ എല്ലാം ശരിയാവുമെന്നും പറഞ്ഞിട്ട് നിക്കോളസ് ഇപ്പോൾ ആ ഒരു ശരീരം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിക്കോളസ് എല്ലായിടത്തും നോക്കിയിട്ട് അവസാനം ഈ വീടിന് വെളിയിലായിട്ട് തന്നെ ശരീരഭാഗങ്ങളെല്ലാം കത്തിച്ച് കളയുന്നൊരു ചിമ്മിനി പോലുള്ളൊരു ഭാഗമുണ്ട്, അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞ് നിക്കോളസ് അവിടേക്ക് പോകുമ്പോൾ ഇവിടെ മാറ്റിന്റെ മുറിയിലെ മാറ്റിനോടൊപ്പം തന്നെ അവന്റെ അമ്മയിരിപ്പുണ്ട്. അപ്പോൾ ആ റൂമിന് വെളിയിൽ ഇരുട്ടില് ജോന എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ ആത്മാവ് മാറ്റിനെ തന്നെ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ മാറ്റിനും എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നിക്കോളസ് ജോന എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ കത്തിക്കറിഞ്ഞ ശരീരഭാഗങ്ങളും എല്ല് പൊടി ഇതെല്ലാം ഒരു തുണിയിലാക്കി അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വീടിനകത്ത് ജോനയുടെ ആത്മാവ് അതിന് സമ്മതിക്കാത്തതുപോലെ അതിനുള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതും അയാളെ അത് എടുക്കാനായിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അവസാനം നിക്കോളസ് അവന്റെ ശരീരഭാഗങ്ങളെല്ലാം അവിടെ നിന്നും വെളിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നിക്കോളസ് വെളിയിലേക്ക് വന്ന് ഇപ്പോൾ സാറെ വിളിച്ചിട്ട് പറയും, ഓക്കെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ പോകാനായിട്ട് നിൽക്കുമ്പോൾ ജോനയുടെ ആത്മാവ് ഈ വീടിന്റെ വെളിയിൽ ഇരുന്നിട്ട് നമ്മുടെ മാറ്റിനെ തന്നെ നോക്കും. എന്നിട്ട് പെട്ടെന്ന് കാണാതാവും. അപ്പോൾ എല്ലാ പ്രശ്നവും ഇവിടെ കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോൾ അവിടെയാണ് ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങാൻ പോവാണ്. കാരണം ഇപ്പൊ മാറ്റിന്റെ മുറിയിൽ കാണിക്കുമ്പോൾ അവന്റെ ദേഹത്ത് മുഴുവനായിട്ടും
ഇവിടെയുള്ള ശവശരീരങ്ങളിലെ ഒരു പ്രത്യേകതരം അക്ഷരങ്ങൾ എഴുതി വെക്കുമായിരുന്നല്ലോ. ആ അക്ഷരങ്ങളെല്ലാം അവന്റെ ശരീരത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നു. അങ്ങനെ ഈ കാര്യം സാറയോട് പറയുന്നതും സാറ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് എല്ലാം വിളിച്ചിട്ട് മാറ്റിനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇവിടെ നിക്കോളസിനെ കാണിക്കുമ്പോൾ നിക്കോളസ് കാറിലെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കാറിന്റെ പിറകില് ജോന എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ ആത്മാവിനെ കാണുന്നത്. ഇത് കണ്ട നിക്കോളസിനെ നിയന്ത്രണം വിട്ട് കാറ് റോഡിൽ നിന്നും ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തും. എന്നിട്ട് നിക്കോളസ് കാറിലിരിക്കുമ്പോൾ ജോന എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ ആത്മാവ് നിക്കോളസിനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിലോ മാറ്റ് ആ ഒരു മുറിക്കകത്ത് കിടക്കുമ്പോൾ അവിടെയും ജോന മാറ്റിനെ കാണാൻ വന്നിട്ടുണ്ട്. കാരണം ജോനിക്ക് മാറ്റിനോട് എന്തോ പറയണം. അവിടെ വെച്ചിട്ടാണ് സത്യത്തിലെ ജോനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കാണിച്ചു തരുന്നത്. അന്ന് ജോനയിലൂടെ ആ ഒരു ആത്മാക്കളോട് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ആത്മാക്കള് വളരെ ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നല്ലോ. ആ ശക്തി കാരണം ചുറ്റിനുള്ള എല്ലാവരും കത്തിക്കരിഞ്ഞ് ഇല്ലാതാവുകയായിരുന്നു. അതിൽ ജോന മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആ ഒരാൾ ജോനയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോന നീ എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് പുറത്തേക്ക് പോകണം. അടുത്തതായിട്ട് ആ ഒരു ആത്മാക്കൾ പ്രതികാരം ചെയ്യാൻ പോകുന്നത് നിന്നെയാണ് എന്ന് പറയുന്നത് ജോന ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി വെളിയിലേക്ക് ഓടും. ആ ആത്മാക്കളാണെങ്കിലോ ജോനയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവന്റെ പിറകെ വരുന്നു. കാരണം വെറുതെ ഇരുന്ന ആത്മാക്കളെ ഇവന്റെ ഉള്ളിലൂടെയാണ് അവർ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ പേടിച്ച ജോന ഈ ശവശരീരങ്ങളെല്ലാം കത്തിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയി ഒളിച്ചിരിക്കും. പക്ഷെ ജോനയ്ക്ക് ഒരിക്കലും അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. കാരണം ആത്മാക്കള് അതിന്റെ ഡോറ് മൂടിയിട്ട് അതിനുള്ളിലെ തീയിട്ട് ജോനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ജോന മരിച്ചത്. ഇവിടെയാണ് നിക്കോളസിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. സത്യത്തിൽ ജോനെ ഒരിക്കലും ഈ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതല്ല. ആ വീടിനുള്ളിലുള്ള ആത്മാക്കളിൽ നിന്നും അവരെ എല്ലാവരെയും രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അത് മാറ്റിനും മനസ്സിലായി. ഇപ്പൊ ഇത് മനസ്സിലാക്കിയ നിക്കോളസ് ആ ഡോറ് തുറന്നു വിടുന്നതും അവന്റെ ശരീരം കത്തിയെറിഞ്ഞ ആ പൊടിയുണ്ടല്ലോ അതിപ്പോ കാറിൽ നിന്നും പറന്ന് നേരെ മാറ്റിനടുത്തേക്ക് പോകുന്നു. അപ്പൊ ജോനയാണ് എല്ലാ ആത്മാക്കളെയും തടഞ്ഞു വെച്ചിരുന്നത്. ഇപ്പോൾ വീട്ടിലെ വെന്റിയും അവളുടെ 2 സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ. വെന്റിയാണെങ്കിലോ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എന്തോ ഒരു ആപ്പിൾ എടുത്ത് അത് കടിക്കുന്നതും പെട്ടെന്ന് അത് കേടായതുപോലെ അവിടെ വന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ നിമിഷ നേരത്തിലെ ഫ്രിഡ്ജിലുള്ള എല്ലാ കാര്യങ്ങളും കേടാവുന്നു. കാരണം ജോനയുടെ ആത്മാവ് ആ വീട്ടിലില്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള ആത്മാക്കള് ആ വീടിപ്പോൾ നിയന്ത്രിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ആപ്പിളും കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് കൊണ്ടു കളഞ്ഞിട്ട് വെന്റി ഇപ്പോൾ കുളിക്കാനായിട്ട് പോകും. ആ സമയം കൊണ്ട് നിക്കോളസ് ഇവരുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വെന്റി കുളിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ പറയുന്നതൊന്നും അവൾ കേൾക്കത്തുമില്ല. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ജോനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പാടില്ല. ജോനയുടെ ആത്മാവിനെ അവിടെ നിന്ന് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സത്യത്തിൽ അവൻ നിങ്ങളെ സംരക്ഷിക്കുമായിരുന്നു. അതിന് കാരണം ആ വീടിനുള്ളിലെ സെമിത്തേരിയിൽ നിന്ന് കാണാതായിട്ടുള്ള 100ഓളം ശരീരങ്ങള് അവിടെ എവിടെയോ ഉണ്ട്. ആ ആത്മാക്കളെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കാനാണ് ജോന ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ ജോന പുറത്തായതുകൊണ്ട് ആ ആത്മാക്കൾ കുറച്ചുകൂടി സ്വതന്ത്രരായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിൽ നിൽക്കരുതെന്ന് പറയുമ്പോൾ വെന്റി ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ സാറയും പീറ്ററും എന്നിട്ട് മാറ്റിനെ കാണാൻ വേണ്ടി അവന്റെ മുറിയിലേക്ക് വരുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. ഇപ്പൊ മാറ്റ് എവിടെയെന്ന് വെച്ചാല് ജോന മാറ്റിന്റെ ശരീരത്തിലേക്ക് കയറിയതുകൊണ്ട് മാറ്റിനെയും കൊണ്ട് ജോന അവരുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. ഇപ്പൊ മാറ്റി ആ കോടാലിയും കൊണ്ട് വീടിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് കണ്ട വെന്റി പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി ഡോർ അടയ്ക്കും. പക്ഷേ മാറ്റാണെങ്കിലോ അകത്തേക്ക് വന്നിട്ട് ഇവരെല്ലാവരെയും ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ട് കിച്ചണിലേക്ക് ചെന്ന് ആ കോടാലി കൊണ്ട് കിച്ചണിലെ ആ ഒരു തടി ഭാഗം അത് മുഴുവനായിട്ടും വെട്ടിപ്പൊളിക്കുന്നതും ഇവിടെയാണ് ഒരു 1.5 ടെസ്റ്റ്. ആ സെമിത്തേരിയിൽ നിന്ന് കാണാതായിട്ടുള്ള 100ഓളം ശരീരങ്ങള് അതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ വീടിന്റെ കിച്ചണിലാണ്. എന്നിട്ട് ഈ വീടിന്റെ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിക്കുമ്പോഴത്തേക്കും അതിനുള്ളിലെല്ലാം ശവശരീരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീട് തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ശവശരീരങ്ങൾ കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് ശരീരങ്ങൾ താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഈ ശരീരങ്ങളിലാണ് ഇവിടെയുള്ള ആ ഒരാള് ആത്മാക്കളെ കൊണ്ടുവന്ന് അതിനെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. എന്നിട്ട് താഴെ വീണ ശരീരങ്ങളിലെ അവൻ പെട്രോളെല്ലാം ഒഴിച്ച് അവസാനം ഈ ശരീരങ്ങൾ മുഴുവനായിട്ടും അവൻ കത്തിച്ച് കളയുന്നതും എല്ലാ ശരീരവും കത്തിപ്പിടിക്കുമ്പോൾ എല്ലാവരുടെ ആത്മാക്കൾ മാറ്റിന്റെ മുന്നിലായിട്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ വിടയില് സാറ പീറ്റർ എല്ലാവരും വന്നിട്ട് ഈ വീട് കത്തിപ്പിടിക്കുന്നതും അവനെ രക്ഷിക്കാണ്ട് അകത്തേക്ക് പോകുമ്പോൾ നിക്കോളസ് അവരെ തടയും. നിക്കോളസ് പറയുന്നുണ്ട്, ഇല്ല, അവനെ നമ്മൾ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല, അവനവിടെ ഉണ്ടെങ്കിലേ ആ ആത്മാക്കളെ ഇല്ലാണ്ടാക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതും ഇവിടെ മാറ്റിനെ ആ ആത്മാക്കളെല്ലാം ഉപദ്രവിക്കാനായിട്ട് വരികയാണ് കൈ കൊണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാറ ഈ വീടിനകത്തേക്ക് ഓടി വരും. എന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ മാറ്റി താഴെ കിടക്കുന്നു. അങ്ങനെ സാറ വന്നിട്ട് നമ്മുടെ മാറ്റിനെ പിടിച്ച് അവനെ നേരെ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു വീട് മുഴുവനായിട്ട് കത്തി നശിക്കുന്നതും ഈ വീട്ടിലുള്ള എല്ലാ ആത്മാക്കളും ഇവിടെ നിന്ന് പോയി. കാരണം ആ ശരീരങ്ങളെല്ലാം ഇല്ലാണ്ടായി. ഇപ്പോൾ വെളിയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ മാറ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്നും ജോനയുടെ ആത്മാവ് കൂടി ഇനി പുറത്തേക്ക് പോകണം. അപ്പോൾ ഇത്രയും കാലം ഈ ഒരു ആത്മാക്കളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജോന അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതുകൊണ്ട് ജോനയുടെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിക്കോളസിന് അത് കാണാൻ കഴിയും. കാരണം വേറെ ഒന്നല്ല, ഈ വീക്കായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആത്മാക്കളെ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷെ മാറ്റിന് ജോനയെ കാണാൻ കഴിയത്തില്ല. കാരണം എന്താണ്? കാരണം വേറെ ഒന്നല്ല, മാറ്റിന്റെ ഉള്ളിലെ ജോന കയറിയതുകൊണ്ട് തന്നെ
അവൻ്റെ ഉള്ളിലെ ആ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം അതില്ലാണ്ടായി. അതുകൊണ്ട് മാറ്റ് ഇപ്പോൾ ആരോഗ്യവാനാണ്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.